ഹലോ, ആരാ? ആ, മംഗളം മാട്രിമോണി. പറയൂ. തിങ്കളാഴ്ച? കുഴപ്പമില്ല, കാലത്ത് തന്നെ വന്നോളൂ. ഞങ്ങളിവിടെ ഉണ്ടാവും. അപ്പം ശരി. ഓക്കെ. ശാരദേ, ശാരദേ. ഇങ്ങേരിത് എന്തിനാ വിളിച്ചു കൂന്നേ? ഹലോ, അതെ, അമ്മയാ? ആ, മംഗല്യത്തിന്നാലേ? തിങ്കളാഴ്ച? ആ, കുഴപ്പമില്ല, രാവിലെ വന്നോളൂ. ഓക്കെ, ശരി. അതെ, ഹലോ, ആരാ? മീറ്റർ മോണി. അയ്യോ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടായിരുന്നു. ചേച്ചിയുടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ നിർബന്ധിക്കുകയാണെ. അമ്മേ, അമ്മേ. ആരാടാ മണിയാ? മണിയല്ല, മാട്രിമോണി. തന്തയുടെ തനി പകർപ്പാ. ഹലോ, ആ, ഇപ്പൊ തന്നെ വിളിച്ചിരുന്നല്ലോ. തിങ്കളാഴ്ചയല്ലേ? അപ്പൊ നിങ്ങൾ അറിഞ്ഞ? എന്നെ വിളിച്ചിരുന്നു. എന്നെ തന്നെ ഇപ്പൊ 2 തവണയായി വിളിക്കണം. അല്ല, അതെ, അടുപ്പത്ത് എന്തായോ? ശാരദ. നമസ്കാരം. നമസ്കാരം, നമസ്കാരം. വരിക, നടക്കുക. ഹലോ. ഓ, ഇതിപ്പോ കൊറേ സ്ഥലം ഉണ്ടല്ലോ. ഓപ്പോളിനെ പിള്ളേരെ കൂട്ടായിരുന്നു. ശരിയല്ലേ? എന്റെ മോനിപ്പോ വരും. വണ്ടി പറിക്കാൻ പോയിരിക്കണേ. വരട്ടെ. അതെ, കഴിക്കട്ടാ. മിച്ചറുണ്ട്, ലഡു ഉണ്ട്, കേക്ക് ഉണ്ട്. അളിയും കൊണ്ടെന്താ കഴിക്കട്ടാ. ഇത് അമ്മ ശാരദ. ഇത് അമ്മയുടെ ആങ്ങള. ഇത് താങ്കളുടെ അമ്മയുടെ? അല്ലല്ലല്ല, ശാരദയുടെ ആങ്ങള. ഓ, ഇത് പെണ്ണിന്റെ ആങ്ങള മണി. ശാരദയുടെ? ശാരദയുടെ അല്ല, എന്റെ മോളുടെ ആങ്ങള. അതായത് എന്റെ മോൻ. അപ്പൊ ആദ്യ പറഞ്ഞാ പോരെ? അതെ, മണിയല്ല, മനീഷ്. ഓ, ഞങ്ങള് വീട്ടിൽ മണിന്നാ വിളിക്കുക. പിന്നെ ഞാനാണ് അച്ഛൻ, കരുണാകരൻ കെ. അപ്പൊ നമ്മുടെ വീട്ടുപേര് എങ്ങനെയായിരിക്കും? വീട്ടുപേര് കിണ്ടിത്തലയ്ക്കൽ. മോനായിരിക്കും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. കുറച്ച് മിച്ചറാവാ. കുറച്ച് കുത്തിയിട്ട് മതി കേട്ടോ. മോനും ചേച്ചി, അളിയാ പോയോ? ഓട്ടോമാറ്റിക് ഡോർ അല്ലല്ലേ? ഇതെന്ത് കുടുംബശ്രീ യോഗ? മിണ്ടോണ്ടിരിക്കട ചെക്ക. വരാ. ഒരു പെണ്ണാണല്ലേ എത്ര ആൾക്കാരാ നോക്കിയേ. സെറ്റപ്പ് കൊള്ളാലോ. നടക്ക്. നിശ്ചയത്തിനുള്ള ആളുണ്ടല്ലോ. ഇഷ്ടപ്പെട്ട ഇന്ന് തന്നെ നടത്താം. വന്ന ചെക്കനെ തളപ്പത്തിൽ കൂടണ്ടല്ലോ. നീയും കണക്കാ. മോനായിരിക്കും. മോനോ? മോൻ. മിസ്റ്റർ കിണ്ടിത്തലക്കൽ കരുണാകരൻ, ഞാൻ കേണൽ അനന്തൻ നമ്പ്യാർ. ഇത് ചെക്കൻ. ഇത് ഞാനെത്തിട്ടോ. ഇനി ഒന്നുകൊണ്ട് പേടിക്കണം. ഞാനുണ്ട്. ഇതൊക്കാരാ? കുറെ ആൾക്കാരുണ്ടല്ലോ. ജോയിന്റ് ഫാമിലി. ഗുഡ്.
ഇത് വാങ്ങിട് വാ. ആ അവിടെ നീ ഇരിക്കാൻ എന്നാ പിടിച്ച ലേറ്റായ നമസ്കാരം. ഇതാ മോൻ. ഇത് എത്ര ആളുണ്ട് നോക്കാവാ. നിങ്ങളവിടെ വല്ല സ്വയംവരം നടത്തുന്നുണ്ട്? നിങ്ങളൊന്നും വന്ന മനുഷ്യ. എന്ത് പണ്ടാറാണാവോ. ഇതെന്താ മനുഷ്യ സംഭവം? എനിക്കറിയാൻ പാടില്ല ശാരദ. നിങ്ങൾ ഏത് മാട്രിമോണിന്നാ വിളിച്ചേ? മംഗളം. ഓ, അപ്പൊ അത് നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നില്ലേ? ഞാൻ മറന്നു. ഇപ്പൊ എന്താ ചെയ്യാ? നിങ്ങൾ എന്തിനാ എല്ലാരെയും വിളിച്ച് കയറ്റിയേ? അല്ല ശാരദേ, ഞാൻ വിളിച്ചു കയറ്റിയതല്ല, അവരായിട്ട് കയറി വന്നതാ. ഈ ചെക്കന് ഇതെങ്കടാ. ദേ ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പന്തലിടേണ്ടി വരട്ടാ. നിങ്ങൾ അവിടെ ചെന്നേ, അവിടെ പോയി എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ചെല്ല് ചെല്ല്. എന്ത് പറയാനാ? ചെല്ല് മനുഷ്യ. നീ കൂടി വന്നേ, എനിക്കൊരു ധൈര്യം കിട്ടും. പെണ്ണിന്റെ അച്ഛൻ എന്ത് ടെൻഷനുള്ള പോലെ. എന്തായി? ഒന്നുമില്ല. പറ മനുഷ്യ. അതെ, ഒരു പ്രശ്നം. ഇതാണ് പയ്യൻ. ആ തറവാടത്തെ കണ്ടില്ലേ? ഒരു ഐശ്വര്യ നോക്കിയേ. അയാളുടെ പയ്യനാണ്. ആ തറവാട്ടുകാർക്കൊക്കെ ഈ സൗന്ദര്യം ഇട്ടിരിക്കണേ. പിന്നെ ഇത് പയ്യന്റെ അമ്മ, ഞാൻ വെല്ലിശാൻ, ഇതെന്റെ മോൻ. ലൈറ്റ് മാരേജ് ആയിരുന്നേ. ഇതാണ് ചെക്കൻ. ഗൾഫാ. വയലശേഖർ ഇവന്റെ വലങ്കയ്യ. അതാ അമ്മായിയുടെ മോനായിരിക്കും. പിന്നെ ഇതിന്റെ ഹസ്ബൻഡ്, ഞാൻ ചേച്ചി. അതല്ല, ഒരു പ്രശ്നം. ഞാൻ കേണൽ അനന്തൻ നമ്പ്യാർ, റിട്ടയർഡാണ്. 3457 റെജിമെന്റ്, ജമ്മു. ഇതെന്റെ മകൻ ചെക്കൻ, ജൂനിയർ അനന്തൻ നമ്പ്യാർ. അറ്റീസൺ. ഇത് മകൾ വീണ അനന്തൻ നമ്പ്യാർ. ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം? ക്യാ പ്രശ്നം? ശാരദേ, ഈ മനുഷ്യന്റെ ഒരു കാര്യം. അതെ, ഒരു ചെറിയ പ്രശ്നം. മാട്രിമോണിയുടെ ഒന്നിന് പകരം 3 അതെ വല്യപ്പ, ടൈമിങ് ചെറുതായിട്ടൊന്ന് തെറ്റി. ഒരു ചെക്കൻ വരേണ്ടോർത്ത് ചെറുതായിട്ട് 3 ചെക്കന്മാർ വന്നു, അത്രേ ഉള്ളൂ. ഓ മൈ ഗോഡ്. ബ്ലഡി മാട്രിമണി. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ മാറി നിൽക്കാം. ആദ്യം വന്നവർ പെണ്ണ് കേട്ടോ. അതെ. സോറി, നമുക്ക് പോവാം. സോറി കേട്ടോ. അതൊന്നും സാരില്ല, മാട്രിമാണിക്കാരുടെ കുഴപ്പല്ലേ. ഇറ്റ്സ് ഓക്കെ. ആ വഴിക്കങ്ങ് പൊക്കോളൂ. ചേച്ചി പോണ്ട. നല്ല കൊച്ച്. അക്രം നഹി ബേട്ട, ബേട്ടി. അച്ഛാ, ചേട്ടന് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ കിട്ടിയാ മതിയായിരുന്നു. നല്ല കൊച്ച്. ആരും പോണില്ലേ? നിന്നിപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിടുന്നത്? എന്റെ പൊന്നെന്തത്? ആ ഇതന്നെ ഞാനും പറഞ്ഞു. ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടല്ലോ. ഇതെന്താ വല്ല ലേലം വിളിക്ക് വന്നാണോ? എന്തായാലും ഇന്നൊരു തീരുമാനം. നീ പോയി അച്ഛനെ അമ്മനെ വിളിച്ചിട്ട് വന്നേ. ആ അവരിപ്പോ വന്നിട്ട് എന്ത് ചെയ്യാനേ? ഒന്നിങ്ങോട്ട് വന്നേ. സി മിസ്റ്റർ കുണ്ടിത്തലയ്ക്കൽ. സോറി, മിസ്റ്റർ കിണ്ടിത്തലയ്ക്കൽ കരുണാകരൻ. യെസ് യെസ് മിസ്റ്റർ കണാരൻ. എന്തായാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്ന നിലയ്ക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്നതല്ലേ നല്ലത്. ബാക്കിയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിശ്ചയിക്കാം. അതെ, പട്ടാളക്കാരൻ പറഞ്ഞാണ് ശരി. കേണൽ അതെന്ത് പുല്ലെങ്കിലും ആവട്ടെ.
ഹേ ഡാഡ്, പെൺകുട്ടിയെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതെ, പക്ഷെ സീനിയോറിറ്റി നോക്കുമ്പോ ഞങ്ങളാണ് ആദ്യം വന്നത്. അപ്പോ സീനിയോറിറ്റി ഒന്നല്ല, തറവാട്ട് മഹിമയാണ് മുഖ്യം. തറവാട്ട് മഹിമാന്ന് പറഞ്ഞാ ഞങ്ങളെ പോലെ വല്ലാൻ ആരുമില്ല. തീമക്കാട്ടിൽ തറവാട് രാജകുടുംബത്തിന്റെ തേർവാഴ്ചയുള്ള ഫാമിലിയിലെ ഞങ്ങളുടെ ഇല്ലേ? കേട്ടിട്ടില്ലേ? ഇല്ലേ? ഉണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നലെ ന്യൂസിലുണ്ടായിരുന്നു. തീമക്കാട്ടില് ബാബു സാബു ആരനായിട്ട് കഞ്ചാവ് കേസിൽ പിടിച്ചിരുന്നു. അമ്മായിയോ? ആരോട് അമ്മായി? മുതുക്കളവാ. നിങ്ങളിങ്ങനെ വഴക്കൂടല്ലേ? ഇപ്പോഴത്തെ കാലത്ത് തറവാട്ട് പേരിലൊന്നല്ല കാര്യം, ജോലിയിലാണ് കാര്യം. എന്റെ അനിയൻ ഗൾഫിലാണ്, 6 ഫിഗർ സാലറി. പ്രൈവറ്റ് ജോലി ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിൽ പോവാ. ഇത് ഫുള്ള് സെക്യൂരിറ്റിയാണ്. എന്റെ പയ്യനെ ഗവൺമെന്റ് ജോലിയാണ്. സെൻട്രൽ ഗവൺമെന്റ്. എന്ത് കാര്യം? ട്രാൻസ്ഫർ കിട്ടിയിട്ട് മടുക്കും. എന്റെ അളിയൻ ഷെയ്ക്കിന്റെ മെയിൻ ആളാ. കല്യാണം കഴിഞ്ഞാ പറക്കല്ലായിരിക്കും. അവിടേക്കൊക്കെ വല്ലവരും പോവോ? അവിടുത്തെ എണ്ണപ്പാടങ്ങളൊക്കെ പറ്റി വരണ്ടില്ലേ? അവർക്ക് വല്ലവരും പെണ്ണ് കൊടുക്കുവോ? തോട്ടം മൂന്നാറിൽ ഞങ്ങൾക്ക് കുറച്ച് തോട്ടണ്ടേ, അതിനെ കുറിച്ചല്ല അച്ഛൻ പറയാ. നിങ്ങൾക്ക് എന്റെ ഫാമിലിനെ കുറിച്ച് അറിയില്ല. അതിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ ധാരാളം. തന്തേ ചെറിയ കുട്ടികളെ പോലെ തല്ലുടുന്നത്, അതും ഒരു കേണലിന്റെ മുമ്പിൽ വെച്ച്. മിസ്റ്റർ കൂ കരുണാകരൻ. യെസ്, എനിക്കും എൻ്റെ ഫാമിലിക്കും അതിൻ്റെതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അത് കളയാൻ ഞങ്ങൾ തയ്യാറല്ല. സോ ഐ വിൽ കം ടു ദ പോയിന്റ്. എൻ്റെ മകൻ നേവിയിലാണ്. പെർ ഇയർ 7 to 8 ഫിഗർ സാലറി. അപ്പൊ എങ്ങനെയാ ഓർപ്പിക്കല്ലേ? അയ്യടാ, ഒരു കേണല് സ്വയം പൊക്കി. നല്ല എളുപ്പണ്ടേ കേരള. തിന്നാനല്ലേ നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ പോലെ. കണ്ടില്ലേ? ഞാനൊന്നുമല്ലോ. ചെലവാവില്ല. കൂപ്പിലെ മാട്രിമോണി. ഇതെന്തിട്ടത്? മനുഷ്യന്റെ കണ്ണും ചെവിടും കേട്ടൂടാ. എന്താ വല്ല ചന്തയാ? ഏതീ പരനാറികള്? ഓരോരോ ഉളുപ്പില്ലാത്തവന്മാര് വീട്ടിൽ കയറി ഇറങ്ങി വഴക്കുണ്ടാക്കണം. കുറെ കോത്തായത്തെ കേണലും. ഏതാ മഞ്ഞത്തോളാ? നാണല്ലല്ലോ അങ്ങനെ വല്ലവരും വഴക്കുണ്ടാക്കുമ്പോ കേട്ടോണ്ടിരിക്കാൻ. നിങ്ങൾ കണ്ടുപിടിച്ചതൊക്കെ മതി. ഇനി ഞാൻ തീരുമാനിക്കും ആരെന്നെ കാണണം. അല്ല പിന്നെ അതെ, മര്യാദയ്ക്ക് അവരോടൊന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഞാൻ അവിടെ ചെല്ലുമ്പോ ആരെങ്കിലും കണ്ട ചൂലെടുത്തടിക്കും കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ചായപ്പൊടിയുടെ തിലക്കിലെ കുട്ടി കൊള്ളാം. ഞങ്ങള് പിന്മാറുക. എന്താ ചായക്കോ? ഞങ്ങള് മിസ്റ്റർ കൂ, എന്നാ ഞങ്ങളവിടെ ഇറങ്ങട്ടെ. പോയിട്ട് ചെറിയൊരു പരടുണ്ടേ. ഈശ്വര, ഇനി അടുത്ത എനിക്ക് നോക്കട്ടെ. കിണ്ടിത്തലക്കൽ ഹൗസ് അല്ലേ? അതേലോ, കരുണാകരൻ കെ. അച്ഛൻ, ഞാൻ ബ്രോക്കർ പറഞ്ഞിട്ട് പെണ്ണ് കാണാൻ വന്നതാ. മോറ്റിക്കല്ലോ. ഞാൻ മാത്രല്ല, വീട്ടുകാരുണ്ട്. വണ്ടി കേടായപ്പോ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഓ, ആക്രാന്തം. അവരും കൂടി വന്നിട്ട് പോരെ. അവര് വന്നോളൂ. മോൻ ഞങ്ങൾ എടുത്തുകാരനെയാ. ജോയിന്റ് ഫാമിലിയാ? ജോയിന്റ് ഫാമിലി. എന്റെ പൊന്നു, ഓർമ്മിപ്പിക്കല്ലേ. മോളെ ആരെ വന്നോ നോക്കിയേ. ഇത് തീർന്നില്ലേ? എനിക്കറിഞ്ഞൂടാ മോനെ. നോക്കരുത്. ആ കേണലിനെ കൊണ്ട് കെട്ടിയതാണോ?